മാർക്കറ്റിംഗിൽ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് രണ്ട് സാധനം വെച്ചിട്ട് മനസ്സിലാക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആക്ച്വലി ഡീൽ ചെയ്യുന്നത് പ്രോസസ്സ് എന്താ വെച്ചാൽ കസ്റ്റമറിന്റെ ഫ്ലോ ആണ് അല്ലേ. നമ്മളെ പറ്റി ഒന്നും അറിയാത്തൊരു അവസ്ഥയിൽ നിന്നും നമ്മളറിഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മളെ കുറിച്ച് വേറൊരാൾക്ക് റെഫർ ചെയ്യുന്ന ഒരു ജേണി ഉണ്ടല്ലോ, തീരെ അറിയാത്തൊരു കണ്ടീഷനിൽ നമ്മൾ ലോയൽ കസ്റ്റമറായി മാറുന്ന ജേണി. അതിനെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ സ്റ്റേജസ് ആണ്. പലർക്കും എന്താ അറിയില്ല വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല സ്റ്റേജിലാണ് നമ്മളെ കസ്റ്റമേഴ്സ് ഉള്ളത് എന്നുള്ളത് അറിയില്ല. സ്റ്റേജിലാണ് കസ്റ്റമേഴ്സ് ഉള്ളത് എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ കഴിയൂല. അവയർനെസ് സ്റ്റേജ് ഉണ്ട്, നമ്മളെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞൊരു സ്റ്റേജ്, ഇൻട്രസ്റ്റ് സ്റ്റേജ് ഉണ്ട്, അറിഞ്ഞിന്റെ അപ്പുറത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് കാട്ടി സ്റ്റേജ്. അപ്പൊ ഈ സ്റ്റേജിലൊക്കെ കുറെ ബസ് സ്റ്റോപ്പ് ആയിട്ട് കണക്കൂട്ടാം. അപ്പൊ ഓരോ ബസ് സ്റ്റോപ്പിലും എന്തുണ്ട്, കുറെ കസ്റ്റമേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റോപ്പിനെ കുറിച്ചുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാക്കണം. രണ്ടാമത് എങ്ങനെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതോറിറ്റി പൊസിഷനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കുറിച്ച് അവർക്ക് എത്രത്തോളം നിലയും വില ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നിലയും വില ഉണ്ടാക്കാനുള്ള പ്രോസസ്സും വേണം ശരിക്കും. ആ രണ്ട് സാധനങ്ങളാണ് ശരിക്കും ആക്ച്വലി മാർക്കറ്റിംഗ്. അപ്പോൾ നമ്മളെ ടീം മെമ്പേഴ്സിന്റെ കയ്യിലൊക്കെ ഈ സ്റ്റേജസിനെ കുറിച്ചുള്ള ഒരു ധാരണയും അതേപോലെ തന്നെ എന്ത് കൊടുത്താലാണ് ഒരു നിലയും വിലയും നമ്മളെ ബിസിനസ്സിൽ കസ്റ്റമർക്ക് നമ്മളോട് ഉണ്ടാവുക എന്നുള്ളൊരു ധാരണയും നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ മാർക്കറ്റിംഗിൽ കുറെ സ്പെൻഡിങ്ങിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ഇത് വളരെ സിമ്പിൾ ലോജിക്കാണ് പലപ്പോഴും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അധികം ധാരണ ഇല്ലാതെ എന്ത് ചെയ്യും, ശ്രദ്ധ കൊടുക്കാതെ കോമ്പറ്റീറ്റേഴ്സിൽ അത് ചെയ്യണ്ടല്ലോ, എന്നാ പിന്നെ എനിക്കത് ചെയ്യാന്നുള്ള ലെവലിലേക്ക് പോകും.